ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹിന്ദിയാണ്. ഹിന്ദിയിലെ നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ 3ാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? റിംചിം റിംചിം അല്ലേ. നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് 2 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. പേഡ് കാ ജാദു അതുപോലെ വർഷായി എന്നുള്ള നമ്മുടെ 2 പാഠങ്ങളാണുള്ളത് കേട്ടോ. നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റിന്റെ ക്ലാസ്സുകളും എല്ലാ പാഠത്തിന്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3rd യൂണിറ്റ് ഇഖായ് 3 റിംചിം റിംചിം. എന്താ റിംചിം റിംചിം എന്ന് വെച്ചാൽ എന്താ? ചാറ്റൽ മഴയെ പറയണതാണ് കേട്ടോ. ചാറ്റൽ മഴയാണ് റിംചിം റിംചിം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാഠം എന്താ? പേഡ് കാ ജാദു. പേഡ് കാ ജാദു ആരാണ് എഴുതിയിരിക്കുന്നത്? വിനോദ് കുമാർ ശുക്ല അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ചാപ്റ്റർ റീഡ് ചെയ്യാം. बुआ के घर में पेड़ था. पेड़ पर गिलहरी देखकर मैंने कहा, बुआ आपने गिलहरी कहाँ से खरीदी? मैं भी लूंगा, उससे बालूंगा. അപ്പോ ഇവിടെ എന്താ, ഒരു കുട്ടി അവന്റെ ബുവാന്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ. ബുവ എന്ന് വെച്ചാൽ പേഡ് എന്ന് വെച്ചാൽ അറിയാലോ അല്ലെ, മരം എന്നാണ് കേട്ടോ അർത്ഥം. പേഡ് കാ ജാദു. ജാദു എന്ന് വെച്ചാൽ മാജിക്, മരത്തിന്റെ ഒരു മായാജലം അല്ലെങ്കിൽ മാജിക് ആണ് കേട്ടോ. ജാദു പറഞ്ഞാൽ മാജിക് ആണ്. അപ്പൊ എന്ത് മാജിക് ആണ് ഇവിടെ മരം കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ബുവാ കെ ഘർ മേ പേഡ് താ. ബുവ എന്ന് വെച്ചാല് ഹിന്ദിയില് നമ്മൾ മലയാളത്തിൽ അമ്മായി എന്നൊക്കെ പറയും അല്ലെ. അതായത് അച്ഛന്റെ സഹോദരീനെയാണ് ബുവ എന്ന് പറയാ കേട്ടോ. ബുവാ കെ ഘർ മേ പേഡ് താ. എന്താണ് പറയണത്? ബുവയുടെ വീട്ടില് ഒരു മരമുണ്ട്. ഓക്കെ. പേഡ് പർ ഗിൽഹരി ദേക്കർ മേനെ കഹാ. മരത്തിലെ ആരെ നോക്കിയിട്ടാ പറയണത് കുട്ടി? ഗിൽഹരി. ഗിൽഹരി എന്ന് വെച്ചാൽ അണ്ണൻ, സ്കിരൽ. ഓക്കെ. അപ്പോ പേഡ് പർ ഗിൽഹരി ദേക്കർ മേനെ കഹാ, ബുവ ആപ്നെ ഗിൽഹരി കഹാ സെ ഖരീദി. മരത്തിലെ അണ്ണനെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു. ദേക്കർ എന്ന് വെച്ചാൽ എന്താ? നോക്കിയിട്ട്. മേനെ കഹാ. മേനെ കഹാ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു. അതെന്താ കുട്ടി ഇവിടെ പറയണത്? ബുവ ആപ്നെ ഗിൽഹരി കഹാ സെ ഖരീദി. ബുവ നിങ്ങൾ എവിടെ നിന്നാണ് അണ്ണാനെ വാങ്ങിച്ചത്? അതായത് മരത്തിലെ അണ്ണാനെ കണ്ടിട്ട് കുട്ടി ചോദിക്കുകയാണ് കേട്ടോ. ബുവ നിങ്ങൾ എവിടെ നിന്നാണ് അണ്ണാനെ വാങ്ങിച്ചത്, എവിടെ നിന്നാണെന്ന് ചോദിക്കുകയാണ്. എന്തിനാ ചോദിക്കുന്നത്? മേബി ലൂങ്ക ഉസ്സെ ബാലുക. ഞാനും വാങ്ങും അതിനെ എന്നിട്ട് വളർത്തും എന്ന് കുട്ടി പറയാണ്. അതിനെ ബാലുങ്ക വെച്ചാൽ പരിപാലിക്കും, ലൂങ്ക എന്ന് വെച്ചാൽ വാങ്ങും. അപ്പൊ ഞാനും അതിനെ വാങ്ങിയിട്ട് ഞാൻ അതിനെ പരിപാലിക്കും. നെക്സ്റ്റ് പേജ് നോക്കൂ. ബുവാനെ കഹാ മേരെ ഘർ മേ പേഡ് ഹേ, पेड़ के होने से गिलहरी आपने आप आ जाती है. എന്താ നമ്മുടെ ബുവ പറയണത്? ബുവ എന്ത് പറഞ്ഞു? മേരെ ഘർ മേ പേഡ് ഹേ. എന്റെ വീട്ടില് മരമുണ്ട്. പേഡ് കെ ഹോനെ സെ ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹേ. അപ്പൊ ഗിൽഹരി ആരെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് വിടുന്നതാണോ? അല്ല. ആ അണ്ണൻ അതിന്റെ സ്വയം ഇഷ്ടത്തിനാണ് അവിടെ വരുന്നത്. പേഡ് പർ ദേഖോ ചിടിയ ബെഡി ഹേ, चिड़िया को मैंने नहीं पाला, पेड़ के होने से वे आ गई. तुम अपने घर में पेड़ उगा लो, दो गिलहरी आ जाएंगी, चिड़िया आएंगी. അപ്പൊ എന്നിട്ട് ബുവ എന്ത് ചെയ്തു? മരത്തിലേക്ക് നോക്ക്. പേഡ് പർ ദേഖോ ചിടിയ ബെഡി ഹെ. മരത്തിലേക്ക് നോക്ക്. ആര് മരത്തിലിരിക്കുന്നു? പക്ഷികളൊക്കെ മരത്തിലിരിക്കുന്നു. ചിടിയാക്കോ മേനെ നെഹി പാല. പക്ഷികളെ ഞാൻ ഇവിടെ വളർത്തുന്നില്ല. पेड़ के होने से वे आ गई. മരത്തിലേക്ക് അവ എന്ത് ചെയ്യണം? തനിയെ വരുന്നതാണ്. തും അപ്നെ ഘർ മേ പേഡ് ഉഗാലോ, ദോ ഗിൽഹരി ആ ജായേഗി. നീ നിന്റെ വീട്ടില് മരം വളർത്തു. മരം വളർത്തുമ്പോ എന്ത് സംഭവിക്കും? മരങ്ങൾ വളർത്തുമ്പോ അണ്ണൻ തനിയെ വരും, അതുപോലെ പക്ഷിയും തനിയെ വരും എന്ന് പറയുകയാണ്. ബാഹർ ധൂപ് ഹോഗി തോ पेड़ के नीचे छाया आ जाएगी. അപ്പൊ മരം വളർത്തിയാൽ അണ്ണാനും പക്ഷികളും എല്ലാം വരും. അത് മാത്രമാണോ? അല്ല. പുറത്ത് നല്ല വെയിലാണ്. ധൂപ് എന്ന് വെച്ചാൽ എന്താ? ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്, ധൂപ് എന്ന് വെച്ചാൽ വെയില്. പുറത്ത് നല്ല വെയിലുണ്ടാവും. പക്ഷേ മരത്തിന്റെ താഴെ, പേഡ് കെ നീച്ചെ, മരത്തിന്റെ താഴെ എന്തുണ്ട്? ഛായ ആ ജായി, നല്ല നിഴലുണ്ടാവും. അതായത് ഒരു ഇതുണ്ടാവില്ലേ, അതായത് മരത്തിന്റെ ഷെയ്ഡ് ഉണ്ടാവില്ല, തണല് അല്ലെ, നല്ല തണലുണ്ടാവും. തബ് ജായ ചായ ആ ജായകി വെച്ച് തണല് വരുന്നാണ് പറയുന്നത്. ദബ് ചായ മേ ഗേല അച്ഛാ ലഗേഗ. അപ്പൊ ഈ വെയിൽ സമയത്ത് മരത്തിന്റെ തണലിൽ കളിക്കാൻ, ആ തണലിൽ ഇരുന്ന് കളിക്കാൻ നല്ല രസമായിരിക്കും എന്ന് ആര് പറഞ്ഞു? ബുവ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ, കുട്ടിയോട് പറയുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അതിന് നമ്മൾ ചോദ്യോത്തരങ്ങൾ വളരെ കുറച്ച് ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. ചോദ്യോത്തരങ്ങൾ നോക്കൂ. സഹി മിലാനെ കരി, കറക്റ്റ് ആയിട്ട് ചിത്രത്തിലേക്ക് ചിത്രങ്ങൾ ഇവിടെ എഴുതാനാണ് പറയണത്. ചിത്രത്തിന്റെ പേര് എഴുതാനാണ് പറയണത്. ഒന്നാമത്തെ ചിത്രം ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ബട്ടർഫ്ലൈ ആണ് അല്ലെ. രണ്ടാമത്തത് എന്താ? ഒരു സ്ക്വിറൽ ആണ്. മൂന്നാമത്തത് ഒരു പക്ഷിന്റെ ചിത്രമാണ്. നാലാമത്തത് ഒരു കുരങ്ങനാണ് അല്ലെ. അപ്പൊ ഈ ഒന്നിന്ന് കണ്ട ചിത്രം ഏതാ? ഇതാണ് നമ്മുടെ പൂമ്പാറ്റയുടെ ചിത്രം. പൂമ്പാറ്റിനെ എന്താണ് ഹിന്ദിയിൽ പറയുക? അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് ഈ നാലെണ്ണത്തിലുണ്ട്. ആ കറക്റ്റ് ആയിട്ടുള്ള വാക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എടുത്ത് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പൂമ്പാറ്റിനെ പറയണത് ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ചിടിയ, പിന്നെന്താ? ചിടിയ എന്ന് വെച്ചാൽ പക്ഷി. പിന്നെയോ ബന്ദർ, ബന്ദർ വെച്ചാൽ കുരങ്ങൻ. ഗിൽഹരി എന്ന് വെച്ചാൽ അണ്ണാൻ. തിത്തലി, തിത്തലി എന്നാണ് ബട്ടർഫ്ലൈനെ പറയുന്നത്. അപ്പൊ ഈ ഒന്നാമത്തെ ഇവിടെ എന്ത് എഴുതണം? തിത്തലി. രണ്ടാമത്തത് ആരാ? ഗിൽഹരി. മൂന്നാമത്തെ ചിടിയ. നാലാമത്തെ ബന്ദർ. മനസ്സിലായല്ലോ. അടുത്തത് ചിത്ര ദേക്കോ, ചിത്രം നോക്കൂ. വാക്യ ബനായേ, അതായത് എന്ത് ചെയ്യണം? സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയണത്. പേട് കെ ഊപ്പർ പേട് കെ നീച്ചെ. പേട് കെ ഊപ്പർ എന്ന് വെച്ചാൽ മരത്തിന്റെ മുകളിൽ, പേട് കെ നീച്ചെ എന്ന് വെച്ചാൽ മരത്തിന്റെ താഴെ. മരത്തിന്റെ മുകളിലുള്ളവരെ ഇവിടെ എഴുതണം, മരത്തിന്റെ താഴെയുള്ളവരെ ഇവിടെ എഴുതുക കേട്ടോ. പേട് കെ ഊപ്പർ ബഗുല ഹേ, പേട് കെ ഊപ്പർ ബഗുല. ബഗുല എന്ന് വെച്ചാൽ എന്താ? ക്രെയിൻ. കണ്ടോ, ഇതാണ് ബഗുല. പേട് കെ ഊപ്പർ ബഗുല ഹേ. പിന്നെയോ ആരാളുള്ളത്? പേട് കെ ഊപ്പർ തോത്ത ഹേ. തോത്ത വെച്ചാൽ ആരാണ്? പാരറ്റ്. പേട് കെ ഊപ്പർ ഗിൽഹരി ഹേ. ഗിൽഹരി നമ്മൾ പഠിച്ചില്ലേ ഈ ചാപ്റ്ററിൽ? ആരാ ഗിൽഹരി? സ്ക്വിറൽ, അണ്ണാൻ അല്ലേ. പേട് കെ ഊപ്പർ ഗിൽഹരി ഹേ. पेड़ के ऊपर बंद है, കുരങ്ങനുണ്ട് അല്ലേ, ഒരു മങ്കി ഉണ്ട്. അപ്പൊ पेड़ के ऊपर बंद है. ഇനി पेड़ के नीचे ആരൊക്കെയാണ്? पेड़ के नीचे गाय है. പശുവിനെ കണ്ടില്ലേ നിങ്ങൾ? അതാ പശു അല്ലേ. पेड़ के नीचे गाय है. पेड़ के नीचे जिराफ है. കണ്ടില്ലേ ജിറാഫ്? पेड़ के नीचे हाथी है. ആനയെ കണ്ടു അല്ലേ? ഇതാ അവിടെ ആനയുണ്ട്. पेड़ के नीचे हाथी है. पेड़ के नीचे गधा है. ഗധ ഇവിടെ ആരാണ്? ഡോങ്കി അല്ലേ, ഗധ. അപ്പോൾ ആരൊക്കെയാണ് പേട് കെ ഊപ്പറിലെന്ന് എഴുതുക, പേട് കെ നീച്ചെയുള്ളത് ആരാന്ന് എഴുതുക, അത് നമ്മൾ സെന്റൻസ് ആക്കിയിട്ട് എഴുതുക. അതാണ് നമ്മുടെ ഈ പ്രവർത്തനം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ തേർഡ് യൂണിറ്റ്, ഹിന്ദിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണുക കേട്ടോ. താങ്ക് യു.